സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ ഒരു തമിഴ് ചലച്ചിത്രഗാനം ഓർമ്മ വരികയാണ്. അഭിനയ ചക്രവർത്തി ശ്രീ ശിവാജി ഗണേശൻ അഭിനയിച്ചൊരു സിനിമയാണ്. വരികൾ ഇങ്ങനെയാണ്, ഗാനത്തിൻ്റെ വരികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കുടിപ്പതർക്കോർ മനമിരുന്നാൽ കുടിത്ത് വിടല. മനോഹരമായൊരു ഗാനം അങ്ങനെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മുടെ കുടിയന്മാരെക്കുറിച്ചും കുടി എന്ന ആ ഒരു ശീലത്തെക്കുറിച്ചും ചില വർത്തമാനങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കുടിയന്മാർക്ക് ഇപ്പോൾ രാഷ്ട്രീയമോ മതമോ സമുദായമോ ഒന്നുമില്ല. കാരണം എല്ലാ സമുദായങ്ങളിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയ വിശ്വാസമുള്ളവരും എല്ലാ വർഗത്തിൽപ്പെട്ടവരും ഒക്കെ മദ്യപാനികളായുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിനർത്ഥം എല്ലാവരും മദ്യപാനികളെന്നല്ല, കുറച്ചു പേര്, എല്ലാ വിഭാഗങ്ങളിലും കുറച്ചു പേര് മദ്യപാനികളായുണ്ട്. മദ്യപാനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ധാരാളം സിനിമാ ഗാനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വിശദമായിട്ട് ഞാൻ കടക്കുന്നില്ല. എന്നേക്കാളും ആ ഗാനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അടുത്തിടെ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ ചർച്ചയാണ് ബെവ്കോ, കേരളത്തിലെ നമ്മുടെ ബീവറേജസ് കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് വലിയൊരു സംഖ്യ ബോണസായിട്ടും ആനുകൂല്യങ്ങളായിട്ടും ഒക്കെ നൽകുകയുണ്ടായി. അത് പരിഹാസരൂപേണയും മറ്റും സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലും കാർട്ടൂണിസ്റ്റുകളുടെ വിഷയമായിട്ടും പത്രമാധ്യമങ്ങളിലും ഒക്കെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. നിങ്ങളും ഞാനും ഒക്കെ അത് കണ്ടതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് കേരളത്തെ ബെവ്കോ ബീവറേജസ് ആണെങ്കിൽ ഇവിടെ ടാസ്മാക് എന്ന സംഘടനയാണ്, അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേഷനാണ് മദ്യ മേഖല കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഒരു പദ്ധതി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ടാസ്മാക് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മദ്യക്കുപ്പികൾ ഉപയോഗശേഷം അതിൻ്റെ ലേബലോ മറ്റേ അതിൻ്റെ ആ ക്യാപ്പോ ദോഷമില്ലാതെ തിരികെ ഏൽപ്പിക്കുകയാണെങ്കിൽ, അതേ കടയിൽ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകം ഒരു തൊഴിലാളിയും ഒരു കൗണ്ടറും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു 10 രൂപ ആ കുടിയന് നൽകുന്നതാണ്. ഇപ്പോൾ ആ കുപ്പി ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ലേബലിനോ മറ്റേ ഡാമേജ് ഒന്നും ഏൽക്കാതെ ആ കടയിൽ തന്നെ ഉപയോഗശേഷം മദ്യമൊക്കെ കുടിച്ച ശേഷം കൊണ്ടേൽപ്പിക്കുകയാണെങ്കിൽ 10 രൂപ തിരിച്ച് കിട്ടുന്നതാണ്. അത് ഇവിടത്തെ എല്ലാ കുടിയന്മാർക്കും ഇക്കാര്യം അറിയാം. അത് മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു വലിയ വിഷയമാണോ എന്ന് നിങ്ങൾക്ക് തോന്നും. അതിപ്പോൾ കുടിയന്മാർക്കൊരു വിഷയമായിരിക്കാം. ഏതായാലും മദ്യപാനം വ്യക്തിക്കും സമൂഹത്തിനും ദോഷമാണ്, ആരോഗ്യത്തിനും ഹാനികരമാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല. ഇപ്പോൾ മുമ്പ് ഞാൻ ജ്യോതി സാർ എന്ന കുടുംബ സുഹൃത്തുമായിട്ട് ഞങ്ങളൊരു സംഘം കാശി യാത്ര പോവുകയുണ്ടായി. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഈ കാശി ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ പോലെ കമ്പിവേലിയൊക്കെ അടുപ്പിച്ച കടകളാണ് അവിടെ മദ്യ വിൽപ്പനശാലകൾ. ഔട്ട്ലെറ്റുകൾ വളരെ കുറവാണ്. ഏതാനും 1-2 കിലോമീറ്റർ പോകുമ്പോഴാണ് ഒരു ഔട്ട്ലെറ്റ് കാണുക. പക്ഷേ അതിലെ തൊഴിലാളികൾ മാത്രം കസ്റ്റമറിനെ കാത്തിരിക്കുന്ന ഒരു രംഗമാണ് ഞങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു തിരക്കുമില്ല. നോർത്ത് ഇന്ത്യക്കാർ മദ്യം ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. അവർ പാനും മറ്റ് കാര്യങ്ങളൊക്കെയാണ് അവർ ലഹരിക്കായി ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. പാൻ അവരെപ്പോഴും ചവയ്ക്കുക അവരുടെ ഒരു ശീലമാണ്. ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ബംഗാളികളും അല്ലെങ്കിൽ ബീഹാറികളുമൊക്കെ
അതിഥി തൊഴിലാളിയായി വരുന്ന പയ്യന്മാരൊക്കെ ഇവിടത്തെ മദ്യശാലകളിൽ നിന്നും കുപ്പി വാങ്ങുന്നത് നമ്മളൊക്കെ കാണാറുള്ളതാണ്. പക്ഷേ യവന്മാരുടെ നാട്ടിൽ മദ്യ ഷോപ്പുകളിൽ തീർത്തും കസ്റ്റമറില്ലാതെ ഒഴിഞ്ഞ കടകളാണ് പലപ്പോഴും ഞങ്ങൾക്കന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ മദ്യത്തിൻ്റെ ഉപയോഗം അവിടെ കുറവായിരിക്കാമെന്ന് തോന്നുന്നു. ഏതാനും കിലോമീറ്റർ കൂടുമ്പോൾ ഓരോ മദ്യ ഷോപ്പുകളുണ്ട്. പക്ഷേ അവിടെ തീർത്തും നമ്മുടെ കേരളത്തും തമിഴ്നാട്ടിലുമുള്ള പോലെ അടിയും പിടിയും ബഹളവും മറ്റേ ക്യൂവും ഒന്നും മദ്യ ഷോപ്പുകൾക്ക് മുന്നിൽ കാണാറില്ല എന്നതാണ് വാസ്തവം. ഇവിടെ റേഷൻ കടയേക്കാളും മദ്യ ഷോപ്പുകൾക്ക് മുന്നിലാണല്ലോ ക്യൂ കാണാറുള്ളത്. എത്ര വലിയ ക്ഷമാശീലം കുറഞ്ഞവനും മദ്യ ഷോപ്പുകൾക്ക് മുന്നിൽ മണിക്കൂറോളം ക്ഷമയോടുകൂടി നിൽക്കുന്നത് നാം ഒക്കെ കാണുന്നു. ഇത് പലപ്പോഴും കാർട്ടൂണിനും കോമഡി സ്കിറ്റിനുമൊക്കെ വിഷയമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, സമൂഹത്തിനും വ്യക്തിക്കുമൊക്കെ ദോഷം ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള എൻ്റെ ചില ഹാസ്യ ചിന്തകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. വീണ്ടും പറയുന്നു, മദ്യപാനം ഒരു നല്ല കാര്യമല്ല, അതൊരു മോശം കാര്യം തന്നെയാണ്. വീണ്ടും ശ്രീ അഭിനയ ചക്രവർത്തി ശിവാജിയുടെ ആ വരികൾ, മനോഹരമായ ആ സിനിമയിലെ വരികൾ ഓർമ്മിച്ചു പോവുകയാണ്. കുടിപ്പതർക്കോർ മനമിരുന്താൽ. തുടർന്നുള്ള വരികൾ നിങ്ങൾക്കറിയാം, മനസ്സിൽ കാണുക വരികളൊക്കെ. മലയാളത്തിലും ധാരാളം കുടിയന്മാരുടെ കുടിച്ചുകൊണ്ട് ചാടുകയും ആടുകയും ചെയ്യുന്ന ഗാനങ്ങൾ, കേൾക്കാൻ ഇൻപമുള്ള ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല രചയിതാക്കളും സംഗീത സംവിധായകരും ഒക്കെ സൃഷ്ടിച്ച ഗാനങ്ങളുണ്ട്. അത് അക്കമിട്ട് നിരത്തേണ്ട കാര്യം ഇല്ല. പ്രേക്ഷകരൊക്കെ ഇക്കാര്യം കേട്ടിട്ടും കണ്ടിട്ടുമുള്ളതാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. പ്രതികരിക്കുക.